ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഈസി ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു അച്ചാർ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത്. ഇപ്പോൾ ഇതാ നമ്മൾ മാങ്ങ സീസണിൽ ഉപ്പിലിട്ട് വെച്ച മാങ്ങയാണ്, അത് വെച്ചിട്ടാണ് ഇന്ന് അച്ചാർ ഇടുന്നത്. അതിന് വേണ്ടിയിട്ടൊരു പാനിൻ്റെ അകത്ത് ഒരു 3-4 ടേബിൾ സ്പൂണ് നല്ലെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിലേക്ക് കുറച്ച് കടുക് ഇട്ടിട്ടൊന്ന് പൊട്ടി വരട്ടെ. ഇനിയിപ്പോൾ ഇതിലേക്ക് കറിവേപ്പില, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇതൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഞാനിവിടെ കുറച്ച് മാങ്ങ വെച്ചിട്ടാണ് ഇടുന്നത്. അതിൻ്റെ ക്വാണ്ടിറ്റി മാത്രമേ ഇതെടുത്തിട്ടുള്ളൂ. ക്വാണ്ടിറ്റി കൂടുന്നതനുസരിച്ച് ഇനിയിപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് നല്ലോണം ഇഷ്ടമുള്ളവർക്ക് കുറച്ചും കൂടി ആഡ് ആക്കുന്നത്. അങ്ങനെ ഇതാ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് കാശ്മീരി മുളക് ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ആ ഒരു ഭാഗം ഇടുന്ന ഭാഗം എൻ്റെ വീഡിയോന്ന് പോയതാണ്. 2 ടേബിൾ സ്പൂണ് കാശ്മീരി മുളക് പൊടിയും 1 ടേബിൾ സ്പൂണ് അച്ചാർ പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ആ ഒരു പച്ചമണം മാറി വന്നാൽ നമുക്കിതിലേക്ക് നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള ഉപ്പിലിട്ട മാങ്ങ കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ ഇതാ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിതിൽ ഉപ്പ് ഇട്ടിട്ടില്ല, അത് അവസാനം നോക്കിയിട്ടിടാം, കാരണം ഇത് ഉപ്പിലിട്ട മാങ്ങയാണ്. ഇനി ഇതിലേക്ക് കുറച്ച് വിനാഗിരി ഒഴിച്ചിട്ടുണ്ട്. ഒരു 1/2 സ്പൂണ് പഞ്ചസാരയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഈ ഒരു ടൈമിൽ ഉപ്പ് നോക്കിയപ്പോൾ കുറവാണ്, ഇപ്പോൾ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. അങ്ങനെ ഇതാ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന മാങ്ങ അച്ചാർ റെഡി ആയിട്ടുണ്ട്. നമുക്ക് പെട്ടെന്നൊക്കെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ എന്തായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും ബൈ ബൈ.